الرحمن الرحيم واتل عليهم نبأ ابني آدم بالحق إذ قربا قربانا فتقبل من أحدهما ولم يتقبل من الآخر قال لأقتلنك قال إنما يتقبل الله من المتقين صدق الله العلي العظيم. ഏറ്റവും ബഹുമാനം നിറഞ്ഞ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുമിച്ച് കൂടിയ പോലെ അവൻ്റെ സ്വർഗ്ഗത്തിൽ അല്ലാഹു നമ്മളൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. അതിലെ ഏറ്റവും മർമ്മപ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇനി പറയാൻ പോകുന്നത്. അത് നബിയുടെ സ്വർഗത്തിലെ വിഷയങ്ങളൊക്കെ നമുക്കറിയാം. സ്വർഗത്തിലെ പഴം കഴിച്ചതും സുജൂദ് ചെയ്യിപ്പിച്ചതൊക്കെ ഭൂമിയിൽ ആദം അലൈഹിസ്സലാം ഇറങ്ങിയതിന് ശേഷം നടന്ന ചില സംഭവങ്ങൾ. 1000 വയസ്സാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനിക്ക്. 930 എന്ന് ബൈബിളിലും കാണാം. ബൈബിളിൽ 930 എന്ന കണക്കും ഇസ്ലാമിക ചരിത്രത്തിൽ 1000 എന്ന കണക്കും. 1000 വയസ്സ് വരെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചു ഭൂമിയിൽ. 40 വയസ്സിൻ്റെ പ്രായത്തിലാണ് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. അത് തന്നെ ഇന്ത്യയിൽ ഇറങ്ങിയെന്നാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. ഇന്ത്യയിൽ തന്നെ സരന്ദീപിൽ, അതായത് ശ്രീലങ്ക, അവിടെയൊന്നും അല്ല ഭൂമി സീ ലെവലിൽ നിന്ന് 8848 മീറ്റർ ഉയരമുള്ള ഹിമാലയ പർവ്വതം, എവറസ്റ്റ് കൊടുമുടിയിലാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിൽ ആദ്യമായി ഇറങ്ങിയത്, കാലുകുത്തിയത് എന്ന്. ഇതാണ് ഏറ്റവും ഇമാം ജരീർ തൊബ്രി അടക്കമുള്ള ഇസ്ലാമിക ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത്. അങ്ങനെയാണ്. എവറസ്റ്റ് കൊടുമുടിയിലായിരിക്കാം ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങിയത്. അതിന് മറ്റൊരു കാരണം പറയുന്നത്, ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നുകിൽ തെക്കിറങ്ങി വടക്കോട്ട് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വടക്കിറങ്ങി തെക്കോട്ട് പോയിട്ടുണ്ടാവാം. വടക്കിറങ്ങി തെക്കോട്ട് പോയിട്ടുണ്ടാവാം എന്നിട്ട് പറഞ്ഞത് എവറസ്റ്റ് കൊടുമുടിയിലാണ്. അല്ല, തെക്കിറങ്ങി വടക്കോട്ട് പോയിട്ടുണ്ട്, അതാണെങ്കിൽ സരന്ദീപായിരിക്കും, ശ്രീലങ്കയുടെ ഭാഗത്ത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതകാലം ഇന്ത്യയുമായി ചുറ്റുപറ്റിയിട്ട്, അതായത് മധ്യപൂർവേഷ്യ രാജ്യങ്ങളുമായിട്ടാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതം കാണുന്നത്. അതുകൊണ്ട് തന്നെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ച ആ ഭാഗത്ത് പോപ്പുലേഷൻ കൂടുതലാണ്. അത് ഉപ്പയുടെ നടന്നതിലേക്ക് ഇന്ത്യ ചൈന ഭാഗങ്ങളിൽ എന്താണ് പോപ്പുലേഷൻ കൂടുതൽ. എന്തിനേക്കാളും യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ കൂടുതൽ പോപ്പുലേഷൻ ഈ മധ്യപൂർവേഷ്യ രാജ്യങ്ങളിലാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്താകുമ്പോൾ ഒരഭിപ്രായം 4 ലക്ഷം ആളുകളെ കണ്ടിട്ടുണ്ട് എന്നാണ്. സന്താന പരമ്പരയായിട്ട് 4 ലക്ഷം ആളുകൾ ഉണ്ടായിരുന്നു. ഏറ്റവും ചുരുങ്ങിയ അഭിപ്രായം 1 ലക്ഷത്തോളം മക്കളെ കണ്ടിട്ടാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായത്. മക്കൾ എന്ന് പറഞ്ഞാൽ മക്കൾ 40 പിന്നെ പരമ്പര മക്കൾ അങ്ങനെ വന്നിട്ട് ഏകദേശം 1 ലക്ഷത്തോളം ആളുണ്ടായിരുന്നു ആദം അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്താകുമ്പോൾ. ഈ വയസ്സ് എല്ലാവർക്കും അള്ളാഹു കൊടുത്തുകൊള്ളണമെന്നില്ല. ആ കാലഘട്ടത്തിൽ പ്രവാചകന് മാത്രമായിരിക്കാം വയസ്സ് കൂട്ടിക്കൊടുക്കുക. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനിക്കും ഇതേ വയസ്സ് 1000 എന്നും 1010 എന്നും അഭിപ്രായമുണ്ട്. അപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലെ എല്ലാവർക്കും എന്തില്ല, അത്ര വയസ്സ് ഇല്ല. എല്ലാവർക്കും അത്ര വയസ്സ്. അത് 3 തലമുറയെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടിരുന്നു എന്നതാണ്. ഒരു തലമുറ എന്ന് പറഞ്ഞാൽ ഏകദേശം 300 കൊല്ലമാണ്. അപ്പോൾ ഏകദേശം 300 വയസ്സ് വരെ ചിലപ്പോൾ ആ കാലഘട്ടത്തിലെ ആളുകൾ ജീവിച്ചിരിക്കാം. അപ്പോൾ പ്രവാചകന് മാത്രം എന്താകും, ആയുസ് കൂട്ടിക്കൊടുക്കും. എല്ലാവർക്കും ആയുസ്സില്ല, ആ നബിക്ക് മാത്രം ആയുസ് കൂട്ടിക്കൊടുക്കും. അപ്പോൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്താകുമ്പോൾ ചുരുങ്ങിയത് 1 ലക്ഷത്തോളം സന്താനങ്ങളെ പരമ്പര വന്ന ആളുകളെ കണ്ടിട്ടുണ്ട് എന്ന് പ്രബലമായ അഭിപ്രായം. ഏതായാലും ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിൽ വന്ന്
ആദ്യം ചെന്നത് മക്കയിലേക്കാണ്. കരഞ്ഞുകൊണ്ടാണ് ആദം അലൈഹിസ്സലാം മക്കയിലേക്ക് ചെന്നത്. 300 കൊല്ലം താൻ ചെയ്ത പാപത്തിൻ്റെ മേൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം കരയുകയും 100 കൊല്ലം ആകാശത്തിലേക്ക് തന്നെ ലജ്ജ കാരണം നോക്കിയിട്ടില്ല, തല ഉയർത്താതെ നടക്കുകയും ചെയ്തു. ഇന്ത്യയിൽ ഇറങ്ങി പിന്നെ നേരെ മക്കയിലേക്ക് പോകാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു. മക്കയിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തത് മലക്കുകളാണ്. ഒരു മലക്കിന് അള്ളാഹുവായി പോയി മക്കയിലേക്ക് അങ്ങനെ ഉണ്ടാക്കുകയും ചെയ്തു. അവിടെ ചെന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് ഹജ്ജ് ചെയ്യാനുള്ള രൂപങ്ങളൊക്കെ മലക്കുകൾ മുഖേന അള്ളാഹു കാണിച്ചു കൊടുത്തു. ആദ്യമായി ഹജ്ജ് ചെയ്തത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അന്നല്ലാഹു തആല അമറഹു ബിൽ മഖാമി ബിമക്ക ഫകാന ബിഹാ ഇലാ വഫാത്ത്. ഒരഭിപ്രായം വഫാത്ത് വരെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മക്കയിൽ തന്നെ താമസിച്ചു. അങ്ങനെയാകുമ്പോൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്താകുന്നത് മക്കയിൽ വെച്ചെന്ന് പറയുമ്പോൾ ജബൽ അബി ഖുബൈസിൻ്റെ ഭാഗത്താണ് ആദം നബിയുടെ ഖബർ എന്ന് പറയേണ്ടി വരും. എന്നാൽ പ്രധാന അഭിപ്രായം ആദം അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്താകുന്നത് എവിടെ വെച്ചാണോ ആദം നബി ഇറങ്ങിയത് അവിടെയാണ്. അപ്പോൾ ഇന്ത്യയിൽ വെച്ചാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്താകുന്നതാണ് പ്രധാന അഭിപ്രായം, എവറസ്റ്റ് കൊടുമുടിയുടെ അടുക്കൽ. പിന്നെ ഖബർ എന്താക്കിയിട്ടുണ്ടാകാം, മാറ്റി പാർപ്പിച്ചിട്ടുണ്ടാകാം. ഖബർ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടാകാം. പ്രധാന അഭിപ്രായം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്തെ വെള്ളപ്പൊക്കം, അപ്പോൾ അള്ളാഹു അറിയിച്ചു കൊടുത്തു ഖബർ എടുത്ത് മാറ്റാൻ. അങ്ങനെ ഖബർ എടുത്ത് ആദം നബിയുടെ മയ്യത്തിനെയും ഹവ്വാബിയുടെ മയ്യത്തിനെയും ഒരു പെട്ടിയിലാക്കി ബൈത്തുൽ മുഖദ്ദസിൽ ഖബറടക്കി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇതാണ് പ്രധാനമോ ബൈത്തുൽ മുഖദ്ദസിലാണ് ഇപ്പോൾ ഖബർ നിലവിലുള്ളത്. മരിച്ചത് എവിടെയായിരിക്കാം, ഇന്ത്യയിൽ വെച്ച് മരിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ജബൽ അബി ഖുബൈസ് മക്കയിലെ അവിടെ ആ പർവ്വതത്തിനടുത്ത് വെച്ച് മരിച്ചിട്ടുണ്ടാവാം. ഹവ്വാ ബീവിയെയും ഇന്ത്യയിലേക്ക് അയച്ചു. അന്നഹു അമറ ബിർറുജൂഇ ഇലൽ അർദിൽ ഹിന്ദി, അങ്ങനെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അള്ളാഹു കൽപ്പിച്ചു. ഫറജ വമാ ഹവ്വാ, ഹവ്വാ ബീവിയോടൊപ്പം ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു വന്നു. വഅന്നല്ലാഹ തആല അൻസല അലൈഹി മിനൽ അൻആമി 8 അസ്വാജ്, 8 ഇനം മൃഗങ്ങളെ അയച്ചു കൊടുത്തു. 8 അസ്വാജ് മിനല്ലാഹി ഇസ്നൈനി വമിനൽ മാഇസ് ഇസ്നൈനി, ചെമ്മരിയാട് ആണ് പെണ്ണ്, കോലാടിൽ നിന്നും ആണ് പെണ്ണ്, ഒമിനൽ ഇബിൽ ഇസ്നൈനി, ഒട്ടകത്തിൽ നിന്നും ആണും പെണ്ണിനെയും, ഒമിനൽ ബക്കർ ഇസ്നൈനി, പശുവിൽ നിന്നും ആണിലും പെണ്ണിനും. അങ്ങനെ 8 വിഭാഗം മൃഗങ്ങളെ അള്ളാഹു അയച്ചു കൊടുക്കുകയും ചെയ്തു. വഅൻസല അലൈഹി മിൻ ആലാത്തിൽ ഹദീദി ഫിമാ റവാഹ അഹ്ലുൽ അഖ്ബാർ, ഇരുമ്പിൻ്റെ ചില ആയുധങ്ങളും അയച്ചു കൊടുത്തിരുന്നു. അത് ഒന്ന് പിഞ്ചറാണ്, കട്ടിംഗ് പ്ലെയർ പോലത്തെ പിഞ്ചർ, അതും പിന്നൊന്ന് ചുറ്റിക, പിന്നൊന്ന് വെച്ച് അടിക്കുന്ന സാധനം, ഒരു അടിക്കാൻ വേണ്ടിയിട്ട് അടിയിൽ വെക്കുന്ന സാധനമില്ല, അതും. ഈ 3 സാധനത്തെയാണ് ഇരുമ്പിൻ ഇനത്തിൽ വെച്ച് ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യം കൊടുക്കുന്നത്. വദാലിക ലിഅന്നഹു ലാ യുംകിനു അമലൽ ഹദീദ് ഇല്ലാ ബിഹാദിഹി സലാസ, ഈ 3 സാധനം കൊണ്ടല്ലാതെ എന്ത് പറ്റൂല, ഒരു പണി ചെയ്യാൻ വേണ്ടി. ഏത് ഇരുമ്പിൻ്റെ പണി എടുക്കണമെങ്കിൽ എന്ത് വേണം, ഈ മുട്ടിയും വേണം, അതേപോലെ ഈ പിഞ്ചറും വേണം, അടിക്കാനുള്ള സാധനമാണ്. അങ്ങനെയാണ് ഈ 3 സാധനം ആദം അലൈഹിസ്സലാമിലേക്ക് അയച്ചു കൊടുക്കുന്നത്. സുമ്മ അറഫഹു ജിബ്രീൽ അലൈഹിസ്സലാം ഹജർ അൽ ഹദീദ്, പിന്നെ ചില കല്ലുകൾ കാണിച്ചു കൊടുത്തു, അതിൽ നിന്ന് ഇരുമ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇരുമ്പ് ശേഖരിക്കുന്നത് മണ്ണിൽ നിന്നാണ് ഇരുമ്പെടുക്കുന്നത് കുഴിച്ചിട്ട്. അപ്പോൾ ചില കല്ലുകളെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണിച്ചു കൊടുക്കുകയും അതിൽ നിന്ന് എന്താക്കണം, ഇരുമ്പിനെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ജിബ്രീൽ അലൈഹിസ്സലാമാണ് പഠിപ്പിച്ചു കൊടുത്തത്. ഹത്തത്തഖദ മിൻഹു വസ്തഖറജൽ ഹദീദ വഅമല മിൻഹു മഹ്താജ ഇലൈഹി മിനൽ ആലാത്ത്, അങ്ങനെ അതിൽ നിന്ന് ഇരുമ്പ് പുറപ്പെടുവിച്ചിട്ട് ആവശ്യമുള്ള ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുക. ആദ്യമായിട്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടാക്കുന്ന ആയുധം സിക്കീനൻ, കത്തിയാണ്. സുമ്മ ഫഅസൻ, പിന്നെ കോടാലി. സുമ്മ തന്നൂറൻ മിൻ ഹദീദിൻ യഖ്ബിസു ഫീഹി, പിന്നെ പത്തിലേക്ക് ചുടാൻ പറ്റുന്ന ഇരുമ്പിൻ്റെ അടുപ്പ്. ഇത് 3 ആദം അലൈഹിസ്സലാം ആദ്യം ഉണ്ടാക്കുന്നത്. ഒന്ന് കത്തി, പിന്നെ കോടാലി, പിന്നെ ഇരുമ്പ് അടുപ്പ്. പിന്നെ വല്ലമഹു ജിബ്രീൽ അലൈഹിസ്സലാം ബിഇദ്നില്ലാഹി അൽ ഹറാസ, ഇപ്പോൾ സാധനമല്ല, പിന്നെ ഇനെന്ത് വേണം, തിന്നാളുടെ സാധനമാണ്. അതിന് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം തന്നെ പഠിപ്പിച്ചു കൊടുത്തു. ഹത്ത ഹറത്ത ബദറ, വിത്ത് വിതരേണ്ടത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുത്തു. കാന ആദമു ഹാരിസൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
ആദം നബി ആരായിരുന്നു? ഒരു കർഷകനായിരുന്നു. ആദം നബി കർഷകനായിരുന്നു. വക്കാന നൂഹു നജ്ജാറൻ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആശാരിയായിരുന്നു. അപ്പോൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ വിതച്ചിട്ട് കൃഷി ചെയ്ത് അതിൽ നിന്ന് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് കുറച്ച് വിത്ത് കൊടുത്തു. 7ഓളം ഗോതമ്പിൻ്റെ വിത്താണ് ആദം അലൈഹി ഇസ്ലാമിലേക്ക് കൊടുക്കുന്നത് ജിബ്രീൽ അലൈഹി ഇസ്ലാം. ഇതാണ് ആദം അലൈഹി ഇസ്ലാം ഭൂമിയിൽ വെച്ച് ആദ്യം തിന്ന വസ്തു. മനസ്സിലായില്ല? 7ഓളം. അത് തന്നെ ഒരു ഗോതമ്പിൻ്റെ വിത്ത് എന്ന് പറഞ്ഞാൽ 1,00,000-ഓളം ദിർഹമിൻ്റെ തൂക്കമുണ്ടായിരുന്നു. വലിയ ആളല്ല. അപ്പോൾ ഇത്തരം മണി എന്താ തിന്നത് അല്ല. അപ്പോൾ 1,00,000-ഓളം തൂക്കമുണ്ടായിരുന്നു ഒരു ഗോതമ്പിൻ്റെ വിത്ത്. അങ്ങനെയുള്ള 7 ഗോതമ്പിൻ്റെ വിത്താണ് സ്വർഗത്തിൽ നിന്ന് ആദ്യം കൊടുക്കുന്നത്. കാരണം ആദം അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് വിത്ത് വിതറാൻ വേണ്ടിയിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ വിതറി. ലമ്മ അത്താഹു ബിബദിരിൽ ഹന്ത, ഗോതമ്പിൻ്റെ വിത്ത് കൊണ്ട് വന്നു. അത് തിന്നാൻ വേണ്ടി പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ജിബ്രീൽ ഇസ്ലാം പറഞ്ഞു, ഇല്ല പറ്റല, ഇതിരിത്ത് എന്താക്കണം? വിതരണം. വിത്ത് വിതറിയിട്ട് കൃഷി ചെയ്യണം. ഫലമ്മ ഹറസഹു, അങ്ങനെ വിത്ത് വിതറി. പനപത്ത, അങ്ങനെ ചെടി ഇങ്ങനെ മുളക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ കാല, അപ്പോൾ ആദം അലൈഹി സ്വലാം ചോദിച്ചു, ആക്കിലോ ഖളിറൻ, പച്ചന്നെ തിന്നാൻ പറ്റുമോ? അപ്പോൾ ജിബ്രീൽ ഇസ്ലാം പറഞ്ഞു, ഇല്ല പറ്റില്ല. ഹത്താ ഖളിർ സുംബുല, എന്താണ് അതിൻ്റെ കതിരി കുലകളൊക്കെ പൊട്ടി മുളച്ച് വരണം, അതിനേശം പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കതിരി കുലകളൊക്കെ പൊട്ടി മുളച്ച് വന്നതിന് ശേഷം ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് പിന്നെയും ചോദിച്ചു, ആക്കുലു തിന്നാൻ പറ്റുമോ? കാലല്ല, പറ്റൂല. ഫലമ്മ ഹസദോ, എന്താവണം? വിളവെടുപ്പ് നടത്തണം. അങ്ങനെ വിളവെടുപ്പ് നടത്തിയതിനു ശേഷം ചോദിച്ചു, തിന്നാൻ പറ്റുമോ? ഇല്ല. ചവിട്ടി മതിച്ചെന്താക്കണം? അതിൽ നിന്ന് നെല്ലും കതിരും അരി വേർതിരിച്ചെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം അതിനൊക്കെ വേർതിരിച്ചെടുത്ത് ശുദ്ധിയാക്കിയതിനു ശേഷം തിന്നാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, പറ്റില്ല. എന്താക്കണം? പൊടിക്കണം. ഈ അരിനെ പൊടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആദം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ കൈ കൊണ്ട് എന്താക്കി? ഇതിനെ പൊടിച്ചെടുത്തു. അങ്ങനെ പൊടിച്ചതിന് ശേഷം പിന്നെയും ചോദിച്ചു, തിന്നാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പറ്റല. ഹത്ത അജ്ജനോ, എന്താക്കണം? അതിനെ കുഴച്ച് മാവാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുഴച്ച് മാവാക്കി. തിന്നാൻ പറ്റുമോ ചോദിച്ചു. ഇല്ല. സുമ അമർഹു ബിൽ ഖുബ്സി ഫഖബ്ബസഹു, ചുക്ക് എന്താക്കണം? പത്തിരി ആക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പത്തിരിയാക്കി. ഫലമ അഖ്റജത്തുഹു മിന തന്നൂർ, അങ്ങനെ അടുപ്പിൽ നിന്ന് പത്തിരെടുത്ത് ഇനി തിന്നാൻ വേണ്ടി പറ്റുമോ ചോദിച്ചു. അപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞില്ല, ബൽ ഇസ്ബിർ അലൈഹി ഹത്താ യബ്റുദ, എന്താണ് അത് ചൂടോടെ പറ്റല, തണുപ്പോളം കാത്തുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ തണുത്തതിന് ശേഷം എന്തായി? അത് അലൈഹി സ്വലാത്തു വസ്സലാം തിന്നു. ഇതാണ് സ്വന്തം കൈക്കൊണ്ടുണ്ടാക്കിയ ആദ്യത്തെ ഭക്ഷണം. പിന്നെ വഅല്ലമഹു നസ്ജ അയ്ദൻ, പിന്നെ ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് നെയ്ത്ത് പഠിപ്പിച്ചു കൊടുത്തു. വഅല്ലമ ഹവ്വ അൽ ഗസല, ഹവ്വ ബീവിക്ക് നൂൽക്കാനും പഠിപ്പിച്ചു കൊടുത്തു, നൂൽ നൂൽക്കാനും പഠിപ്പിച്ചു കൊടുത്തു. ഫാഖദ ആദമു മിൻ സൂഫിൻ നാജ, ഒരു പെണ്ണാടിൽ നിന്നും അതിൻ്റെ രോമം ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് ഫഗസലത്തു, എന്നിട്ട് അതിനെ ഫഗസലത്തുഹു ഹവ്വ, ഹവ്വ ബീവിക്ക് ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നെയ്തെടുത്ത്. അങ്ങനെ മനസ്സജ ആദം, ഹവ്വ ബീവി നൂലെടുത്തിട്ട് നസജ ആദം, ആദം അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ നെയ്തു. ഹത്താ തഖദലി നഫ്സി ജുബ്ബതൻ, അങ്ങനെ ആദം നബി അലൈഹി ഇസ്ലാമിലേക്ക് ഒരു ജുബ്ബ ഉണ്ടാക്കി. മിൻ സൂഫിൻ വലി ഹവ്വ ദർഅൻ വ ഖിമാറ മിൻ സൂഫിൻ, ഹവ്വ ബീവിക്ക് ഒരു മക്കന, അതേപോലെ ഒരു കമ്പിളിക്കുപ്പായം. അതാണ് ആദ്യത്തെ വസ്ത്രം. ആദം നബിക്ക് ഒരു ജുബ്ബ, ഹവ്വ ബീവിക്ക് ഒരു മക്കനയുണ്ട്, അതുപോലെ ഒരു മുഴുവൻ മറക്കുന്ന ഒരു കമ്പിളിക്കുപ്പായം. ഫലമ്മ ആലജ ആദമു അശ്ഖാ വൽ കിദ്ദ മിൻ ഫീ ത്വആമിഹി വ ലിബാസി, തൻ്റെ ഈ പ്രയാസവും ദുരിതമൊക്കെ അനുഭവിച്ചപ്പോൾ, അതായത് ഭക്ഷണം ഉണ്ടാക്കുന്നതും വസ്ത്രം നെയ്തെടുക്കുന്നതൊക്കെ അനുഭവിച്ചപ്പോൾ ആദം അലൈഹി ഇസ്ലാം ഹവ്വാബിനോട് പറഞ്ഞു, ഹാദാ മിൻ ജിനായത്തിക അലയ്യ, നീ ചെയ്ത പണിയാണ് ഇപ്പോൾ എന്താക്കുന്നത്, നമ്മൾ അനുഭവിക്കുന്നത്. നീ അന്ന് പഴം കഴിക്കാതിരുന്നില്ലെങ്കിൽ നമുക്ക് എന്തായിട്ടില്ലേ, സ്വർഗത്തിൽ തന്നെ ഉണ്ടാവട്ടില്ലേ, നീ കാരണം എന്തായിപ്പോൾ കുറേ ദുരിതം അനുഭവിക്കേണ്ടി വന്നു എന്ന് ആദം അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയും ചെയ്തു. ഇതാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ. ഇനി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സൃഷ്ടിച്ച ഉടനെ ആദം നബിക്ക് എല്ലാവരെയും
അള്ളാഹു കാണിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ തൻ്റെ ശേഷം വരാൻ പോകുന്ന മക്കളൊക്കെ അള്ളാഹു കാണിച്ചു കൊടുക്കുന്നുണ്ട്. വലത് കൈയിൽ ഇടത് കൈയിലായിട്ട്. വലത് കൈയിലുള്ളത് സ്വർഗത്തിലേക്ക് പോകുന്ന മക്കൾ, ഇടത് കൈയിലുള്ളത് നരകത്തിലേക്ക് പോകേണ്ട മക്കളെയും ആദം അലൈഹിസ്സലാം കാണിച്ചു അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നബിക്ക് കാണിച്ചു കൊടുക്കുന്നു. സിദ്ധിച്ച ഉടനെ അള്ളാഹു പറഞ്ഞു മലക്കളുടെ അടുക്കലേക്ക് പോകണം പറഞ്ഞു. അങ്ങനെ അള്ളാഹുവിനോട് തൗബ ചെയ്ത സംഭവം. അള്ളാഹു സുബ്ഹാനഹു വ തആല 2 മലക്കുകളെ, പിന്നെ അല്ലാഹു ഖലഖ ആദമ റജുലുൻ തിവാനൻ കസീറ ശഅരി റഈസ്, നല്ല മുടിയുള്ള ആളായിരുന്നു ആദം നബി അലൈഹിസ്സലാം. മുടിയൊന്നും എന്തായില്ല, മെരുക്ക് പോലെ നരച്ചിട്ടില്ല. നര ബാധിക്കുന്നത് ഇബ്രാഹിം നബിക്കാണ് ആദ്യമായിട്ട്. അപ്പോൾ 40 വയസ്സുള്ള കോലത്തിലാണ് ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കുന്നത്. കഅന്നഹു നഖ്ലത്തു സുഹൂഖി, നല്ല ഈന്തപ്പന മരം പോലെ, അതായത് അതിൻ്റെ ഇതളുകളൊക്കെയുള്ള നല്ലോണം ഇതളുകളൊക്കെയുള്ള അതേപോലത്തെ ഒരാളായിരുന്നു ആദം നബി അലൈഹിസ്സലാം. ഈന്തപ്പന തന്നെ ചിലപ്പോൾ അള്ളാഹു ഉണ്ടാക്കിയതാക്കാം, നമ്മളെ ഹൈറ്റിനനുസരിച്ചിട്ട് കുറച്ചത് വായിക്കാം. മനുഷ്യന്മാർ ചെറുതാക്കുന്നതനുസരിച്ചിട്ട് അള്ളാഹു മരത്തിനൊക്കെ ചെറുതാക്കിയത് മാവാം. അത് നബിക്ക് 7 ധാന്യങ്ങളാണ് സ്വർഗത്തിൽ നിന്നാവും ഫസ്റ്റ് കൊടുത്തേക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഭക്ഷണമായിട്ട്. എന്ന് പറഞ്ഞാൽ ഏകദേശം 1,00,000 ദീനാറിൻ്റെ വെയിറ്റ് ഉണ്ട് ഒരു ധാന്യം. ഒരു ധാന്യത്തിലേക്ക് 1,00,000 ദീനാറിൻ്റെ വെയിറ്റ് ഇത്രക്കാണ്. പിന്നെന്താക്കിയതാവാനുള്ള ഇതിൻ്റെയൊക്കെ വെയിറ്റും ഇതൊക്കെ കുറച്ചതാവാം. അതേപോലെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അമറല്ലാഹു മലക്കൈനി അയ്യഖ്റുജ ആദം വ ഹവ്വ മിൻ ജിവാരി, 2 മലക്കുകളോട് അള്ളാഹു കൽപ്പിച്ചു ആദം അലൈഹിസ്സലാമിനെയും ഹവ്വാ ബീവിയെയും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കുക. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദം നബിയുടെ ഒരു കിരീടം ഉണ്ടായിരുന്നു. ആ കിരീടം ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഊരിയത്. മീകായിൽ അലൈഹിസ്സലാം തൻ്റെ നെറ്റിയിലും ഒരു വട്ടത്തിലുള്ള ഇതുണ്ടായിരുന്നു, അതും മീകായിൽ അലൈഹിസ്സലാം അതും ഊരിയെടുത്തു. അവൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ ഒളിക്കുന്നുണ്ടായിരുന്നു. അതായത് തൻ്റെ ഔറത്ത് ഒളിവായി, പഴം കഴിച്ചപ്പോൾ ഔറത്ത് ഒളിവായി. അപ്പോൾ നാണത്താൽ എന്തായി, ഒളിക്കുമ്പോൾ മരം ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മുടിയിൽ ഇങ്ങനെ പിടിച്ചു വെക്കുന്നുണ്ട്. ഒളിക്കുന്ന സ്വർഗ്ഗത്തിൽ മരം ഇങ്ങനെ പിടിച്ചു വെക്കുന്നു. അപ്പോൾ ആദം അലൈഹിസ്സലാം വിചാരിച്ചു ശിക്ഷ തന്നെയായിരിക്കും, അള്ളാഹുവിൻ്റെ ശിക്ഷ തന്നെയായിരിക്കുമെന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാം വിചാരിച്ച് ഫനകസറ തൻ്റെ തല ഇങ്ങനെ താഴ്ത്തി നിന്നു. അതുകൊണ്ട് അൽ അഫ് വൽ അഫ്, കുറച്ച് പുറത്ത് തന്നെ എന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ അള്ളാഹു ചോദിച്ചു ഫിറാറ മിന്നി, എന്നിൽ നിന്ന് പേടിച്ചോടുകയാണോ ആദമേ എന്ന്, എന്നിൽ നിന്ന് ഓടിപ്പോവുകയാണോ ആദമേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ആദം അലൈഹിസ്സലാം പറഞ്ഞു ബൽ ഹയാ മിൻ ഖിയാസിദ്, അല്ലല്ല നാണത്താൽ എന്തായതാണ് ഓടിയതാണ് എന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാം വതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന. ഈ ഔറത്തിൻ്റെ വെളിവായപ്പോൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗ്ഗത്തിലെ ഇല എടുത്തിട്ട് ശരീരത്തിലേക്ക് ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടി ഔറത്ത് വളർച്ചത് അങ്ങനെയാണ്. അത് ഇത് ഇലയോടുകൂടി പിന്നെയാണ് വസ്ത്രത്തെ പിന്നീട് ഉണ്ടാക്കുന്നതാണ്. അത്തിമരത്തിൻ്റെ ഇലയാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഔറത്ത് മാറ്റാനായിട്ട് അവിടെ നിന്ന് ഉപയോഗിച്ചത്. അതുകൊണ്ട് അത്തിക്കയ്ക്ക് ഒരു പ്രത്യേകത അള്ളാഹു ഭൂമിയിൽ നൽകിയിട്ടുണ്ട്. ഖുർആനിൽ അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞ ഒരു പഴം കൂടിയാണ് അത്തിമരം. അതുമാത്രമല്ല, അതിൻ്റെ പഴം എന്ന് പറഞ്ഞാൽ ഉള്ളിലും പുറത്തും എന്താണ്, മധുരമാണ്, ഒന്നും കളയാനില്ല. അതല്ലാഹു അത്തിക്കയെ ബഹുമാനിച്ചതാണ്. എല്ലാ മരത്തിനോടും ഇല ചോദിച്ചു, ഒന്നും കൊടുത്തില്ല. അത്തിമരം എന്തായി കൊടുത്തു. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ വനസലമാവും അൽ ഹജർ അസ്വദിനെയും ഇറക്കിയിരുന്നു. അന്ന് ഹജർ അസ്വദ് വെളുത്തിരുന്നു. കസ്തഞ്ചി, മഞ്ഞ് പോലെ വെളുത്ത സംഗതിയായിരുന്നു ഹജർ അസ്വദ്. വെളുത്ത മഞ്ഞ് പോലെ വെളുത്ത കല്ലായിരുന്നു ഹജർ അസ്വദ്. പിന്നീട് മനുഷ്യൻ്റെ തെറ്റെന്തായി ഏറ്റെടുത്തിട്ട് കഴുകി കളഞ്ഞ് അതെന്തായി കറുത്ത് പോയതാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കൂടെ
സലാസത അഷിയാൻ വനസലത്ത് മാ ആദം അലൈഹി സ്വലാത്തു വസ്സലാം അൽ ഹജർ അസ്വദ് വക്കാന അശദ്ദ ബയാളം മിന സൽജ്, മഞ്ഞിനേക്കാളും വെളുത്തതായിരുന്നു ഹജർ അസ്വദ്. പിന്നെ വാഷ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വടി, അത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന വടിയാണ്. മൂസ നബിയുടെ കയ്യിലുണ്ടായിരുന്ന വടി, നെയിൽ നദി പുലർത്തിയ വടിയില്ല, നെയിൽ നദിയല്ല, ചെങ്കടൽ പുലർത്തിയ വടി, അത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വടിയാണ്. പിന്നെ കൈമാറി ഷുഐബ് നബിയിലേക്ക് എത്തി. ഷുഐബ് നബി അലൈഹി സ്വലാം മൂസ നബി അലൈഹി സ്വലാമിലേക്ക് കൊടുത്ത വടിയാണ്. ആ വടി ഇന്ന് തുർക്കി മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ വടി ആദം നബി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന വടിയാണ്. പിന്നെ തൂലുഹ അശ്രത്ത് അദ്റൻ മിൻ തൂലി മൂസ നബി സ്വലാത്തു വസ്സലാമിൻ്റെ നീളത്തിൽ നിന്ന് 10 മുഴം നീളമുള്ള വടിയാണ് ഈ വടി. വൽ ഹദീദ്, ഇരുമ്പിനെയും ഇറക്കി ആദം നബിയുടെ കൂടെ. ഇരുമ്പെന്ന് പറഞ്ഞാൽ സലാത്ത് അഷിയാൻ അസ്സന്താൻ വൽ കൽബത്താൻ വൽ മുത്രഖ, ചുറ്റിക, പിഞ്ചർ, അതായത് പിഞ്ചർ കട്ടിംബ്ലർ പോലത്തെ ഇരുമ്പ് പിടിക്കാൻ ഉപയോഗിച്ച, അതേപോലെ അടിയിരുമ്പ് എന്ന് പറഞ്ഞാൽ അടിക്കുമ്പോൾ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. ഒന്ന് അടിക്കുന്ന സാധനം ചുറ്റിക, മറ്റൊന്ന് പിടിക്കുന്ന പിഞ്ചർ, അത് വെക്കുന്ന കട്ടിംബ്ലർ പോലത്തെ. പിന്നെ അടിയിൽ വെക്കുന്ന സാധനം, അതും ഇരുമ്പിൻ്റെ അതിൽ വെച്ചിട്ടടിക്കുന്നത്. ഈ 3 സാധനമാണ് ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കി കൊടുത്തത്, ഇരുമ്പിൽ. ഇനി ഇതിൽ നിന്നാണ് പിന്നെ സാധനങ്ങളൊക്കെ ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കുന്നത്. ചില മണ്ണിൽ ഇരുമ്പുണ്ട് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കാണിച്ചിട്ടുണ്ട്. അങ്ങനെ അത്തരം മണ്ണെടുത്തിട്ട് പിന്നെ എന്താക്കി അതിൽ നിന്ന് ഇരുമ്പ് ശേഖരിച്ചിട്ട് പിന്നെ ഓരോ സാധനം ഉണ്ടാക്കിയെടുത്തു ആദം നബി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം കർഷകനായിരുന്നു. ആദം നബി അലൈഹിസ്സലാം ആദ്യമായി ഭൂമിയിൽ കൃഷി വിതച്ചതും അത് കൊയ്തെടുത്തതൊക്കെ ആദം നബിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കാന ആദമു ഹറാത്ത, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു കർഷകനാണ്. വകാന ഇദ്രീസ് നബി അലൈഹിസ്സലാം ഖയ്യാത്ത, തുന്ന് നിൽക്കുന്ന ആളാണ് ഇദ്രീസ്. വകാന നൂഹു നജ്ജാറ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ആശാരിയാണ്. വകാന ഹൂദു താജിറ, ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു കച്ചവടക്കാരനാണ്. വകാന ഇബ്രാഹിം റായിയൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആടുമേയ്ക്കുന്ന ആളാണ്. വകാന ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം സറാദൻ, വകാന സുലൈമാൻ ഹൗസൻ, ദാവൂദ് നബിയും സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമും തോട്ടക്കാരനായിരുന്നു. വകാന മൂസ അജീറൻ, കൂലിപ്പണിക്കാരനായിരുന്നു മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം. വകാന ഈസ സയ്യാഹ, ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ യാത്ര ചുറ്റുന്ന ആളായിരുന്നു. വകാന മുഹമ്മദുൻ ശുജാഅൻ ജഅല റിസ്ഖുഹു തഹ്ത റംഹിഹി, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധീരനുമായിരുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസുണ്ട്. അപ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിൽ വന്ന് അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്ന ഒരു സംഭവം ഖുർആനിൽ പറയുന്നു. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. അത് സൂറത്തുൽ അഅറാഫിൽ പറയുന്ന റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഇതാണ് ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവോട് തൗബ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചത്. റബ്ബനാ വലംനാ, ഞങ്ങൾ രക്ഷിതാവ്, വലംനാ ഞങ്ങൾ അക്രമം ചെയ്തു, അൻഫുസനാ ഞങ്ങളുടെ ശരീരത്തോട് തന്നെ അക്രമം ചെയ്തു. ഞങ്ങളെന്ന് പറഞ്ഞാൽ ആദം നബിയും ഹവ്വായും. വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ, ഞങ്ങൾക്ക് നീ പൊറുതു തന്നിട്ടില്ല എങ്കിൽ, ഞങ്ങളോട് നീ കരുണ കാണിച്ചിട്ടില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ ഞങ്ങൾ എന്തായാലും പരാജിതരിൽ പെട്ടുപോകും. ഇത് ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തവസ്സുലാക്കിയിട്ടാണ് ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. അപ്പോൾ ആദം നബിയോട് അള്ളാഹു ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെ മുഹമ്മദിനെ അറിയും? അപ്പോൾ ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ എന്നെ സൃഷ്ടിച്ചു, എന്നിട്ട് എൻ്റെ ശരീരത്തിലേക്ക് നീ ആത്മാവോതുകയും ചെയ്തു. അപ്പോൾ ഞാൻ കണ്ണു തുറന്നപ്പോൾ അർശിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, നിൻ്റെ പേരിൻ്റെ കൂടെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ അല്ലാതെ എന്താക്കാല നിൻ്റെ പേരിൻ്റെ കൂടെ ചേർക്കുകയില്ല.
അപ്പോൾ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് ആദ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അള്ളാഹുവിനോട് അപ്പോൾ അള്ളാഹ് പറഞ്ഞു മുഹമ്മദ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ തന്നെയാണ്. മുഹമ്മദ് നബിയെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ നിന്നെ തന്നെ ഞാൻ എന്താക്കുമായിരുന്നില്ല, ശ്രദ്ധിക്കുമായിരുന്നില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. ഏതായാലും ആദ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിലേക്ക് ഇറങ്ങിയതും ആദ്യ നബിയുടെ തൗബ അള്ളാഹു സ്വീകരിച്ചതൊക്കെ വെള്ളിയാഴ്ച ദിവസത്തിലാണ്. വെള്ളിയാഴ്ചയാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അള്ളാഹു ഖൈറു യൗമിൻ തലഅത്ത് ഫീഹി ശംസു യൗമുൽ ജുമുഅ, ഭൂമിയിലെ ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ചയാണ്. ഫീഹി ഖുലിഖ ആദം വഫീഹി ഉദ്ഖിലൽ ജന്ന വഫീഹി ഉഖ്രിജ മിൻഹാ. ആദ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തൗബ, ആദ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സൃഷ്ടിച്ചതും അതുപോലെ ആദ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയതും ഭൂമിയിലേക്ക് ഇറക്കിയതും സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ചതും ഒക്കെ ഏതായിരുന്നു വെള്ളിയാഴ്ച ദിവസത്തിലായിരുന്നു. ഇല്ല ഉണ്ടാകാം, വേറെ പ്രത്യേക ദിവസം ഉണ്ടാവാം. വെള്ളിയാഴ്ച നമ്മുടെ ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയാണ്. ബനൂ ഇസ്രായേൽക്കാർക്ക് തൗബ സ്വീകരിച്ചത് വെള്ളിയാഴ്ച മുഹറം 10. ഹബത ആദം വഹവ്വ ഉരിയാനൈൻ ജമീഅൻ അലൈഹിമ വറഖുൽ ജന്ന. രണ്ടാളും നഗ്നരായിട്ടാണ് ഇറങ്ങിയത്. എന്നാലും ഔറത്തിൻ്റെ ഭാഗത്ത് സ്വർഗത്തിലെ എന്നുണ്ടായിരുന്നു, ഇലകൾ ഉണ്ടായിരുന്നു. വസാബാൽ ഹർബോ, അങ്ങനെ ആദ്യ നബിക്ക് ചൂട് അനുഭവപ്പെടും. സൂര്യൻ തന്നെ എന്തുണ്ടാവും, ചൂട് അനുഭവപ്പെടും. സൂര്യൻ്റെ ചിലപ്പോൾ അത്ര അടുത്തായിരിക്കും. നമുക്കിപ്പോൾ 23.5 ചൂട് അനുഭവപ്പെടുന്നത് 60 മുഴുള്ള ആൾക്ക് എന്തായാലും എന്താവും, ചൂട് അനുഭവപ്പെടും. അങ്ങനെ ആദ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൂട് അനുഭവപ്പെട്ടു. ഹത്താ ഖാദ യബ്കി, ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കരയുകയായിരുന്നു ആദ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയഖൂല, എന്നിട്ട് ഹവ്വാ ബീവിയോട് പറഞ്ഞു, യാ ഹവ്വാ ഖദ ആദാനി, എനിക്ക് ഭയങ്കര ചൂട് അനുഭവപ്പെടുന്നുണ്ട്, കൊള്ളുന്നുണ്ട് എന്ന് ആദ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫജാഉ ജിബ്രീൽ, അപ്പോൾ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ബിഖുദ്രി, കുറച്ച് കഞ്ഞിയുമായിട്ട്, സ്വർഗ്ഗത്തിൽ നിന്നുള്ള കഞ്ഞിയുമായിട്ട് വന്നു. വഅമറഹ അൻ തഗ്സല വഅല്ലമഹ, നെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയും നെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു, നെയ്ത്ത് പഠിപ്പിച്ചു കൊടുത്തു. ഫഅമറാദ ബിൽ ഹയാക വഅല്ലമഹ യൻസുദ, ആദ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് നൂൽക്കാനും അതേപോലെ നെയ്യാനും ആദ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് പഠിപ്പിച്ചു കൊടുത്തു. قال وكان آدم لا يجامع امرأته في الجنة حتى هبط منها للخطيئة التي أصابها بأكلها الشجرة. സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയ ശേഷമായിരുന്നു ആദ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹവ്വാ ബീവിയും പരസ്പരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. സ്വർഗ്ഗത്തിൽ വെച്ച് എന്ത് ചെയ്തില്ല, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ല. സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷമാണ് ഹവ്വാ ബീവിയും ആദ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. പിന്നെ ആദ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കാണിച്ചു കൊടുത്തു. രണ്ടാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരാൾ ഏതോ ഒരു ഭാഗത്ത് ആദ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബത്ഹ എന്ന സ്ഥലത്ത്, സൗദി അറേബ്യയിലെ എങ്ങനെ കുറേ കാലം കഴിഞ്ഞു ആദ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബത്ഹ എന്ന സ്ഥലത്ത് ഉറങ്ങുകയായിരുന്നു. ഹവ്വാ ബീവി വേറൊരു ഭാഗത്ത് ഉറങ്ങുകയായിരുന്നു. അപ്പോൾ അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അയച്ചു. അങ്ങനെ എന്ത് പറഞ്ഞു, ഇങ്ങനെ ആയ പോലെ കല്യാണം കഴിഞ്ഞിരുന്നല്ലോ, സ്വർഗ്ഗത്തിൽ നിന്നെന്തായി, കല്യാണം കഴിച്ച് രണ്ടാളും അങ്ങോട്ട് പരസ്പരം ഇണചേരാതെ കിടന്ന് ഉറങ്ങുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. എന്നിട്ട് പറഞ്ഞു, ഭാര്യയുമായിട്ട് എന്ത് ചെയ്യണം, ഇണചേരണം, കുട്ടികളും ഉണ്ടാവണം. അപ്പോൾ വല്ലമഹു കൈഫ ഏറ്റിയാണ് ആദ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എങ്ങനെയാണ് ഇണചേരേണ്ടത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്തായി പഠിപ്പിച്ചു കൊടുത്തു, ഇണചേരേണ്ട രൂപം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇണചേർന്നതിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യ നബിയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെ പെണ്ണ് എങ്ങനെയുണ്ട് ചോദിച്ചു. അപ്പോൾ സ്വാലിഹത്ത, നല്ല പെണ്ണാണ്, സ്വാലിഹായ പെണ്ണാണെന്ന് പറഞ്ഞു. ആദ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവോട് ചോദിക്കുന്നു, അള്ളാഹ് ഞാൻ തൗബ ചെയ്ത് നിന്നിലേക്ക് മടങ്ങിയാൽ നീ എന്നെ സ്വർഗ്ഗത്തിലേക്ക് പിന്നെ ആക്കുമെന്ന് ചോദിക്കുന്നു. പറഞ്ഞു, എന്താക്കാം, നീ തൗബ ചെയ്തിട്ട് പിന്നെ വന്നാൽ സ്വർഗ്ഗത്തിലേക്ക് ആക്കാം. അങ്ങനെ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആദ്യ നബിയും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തമ്മിൽ പറയുന്നൊരു സംഭാഷണം, അത് മാത്രം പറഞ്ഞു ഇന്നത്തെ ക്ലാസ് എടുക്കാം. ആദ്യ നബി മൂസാ നബിയും ആദ്യ നബിയും
അതായത് മൂസ നബിയുടെ കാലത്ത് ആദ്യ നബിയെ കാണിച്ചു തരുന്നത് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് മൂസ നബി അലൈഹി സ്വലാത്തു ചോദിക്കുന്നുണ്ട്. അതിന് ശേഷം മൂസ നബിയുടെ കാലത്ത് ആദ്യ നബിയെ കാണിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. യാ റബ്ബി അരിന ആദം അല്ലദി അഖ്റജനാ വനഫ്സഹു മിനൽ ജന്ന, ഞങ്ങളെയും ആദം നബിയെ തന്നെയും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കി ആദമിനെ നമുക്കൊന്ന് കാണിച്ചു തരാം. ഇല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ അവിടെ ഉണ്ടായിട്ടില്ല, എല്ലാവരും സ്വർഗ്ഗത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞിട്ടാണ് മൂസ നബി ഇസ്ലാം അള്ളാഹിനോട് ചോദിക്കുന്നത്. ആദം നബി സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയതുകൊണ്ടാണ് ഞങ്ങൾ എന്തായത് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തു പോയത്. അപ്പോൾ ഞങ്ങളെയും പുറത്താക്കിയ ആദം നബി തന്നെ പുറത്തായ ആ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തായ ആ ആദമിനെ എനിക്കൊന്ന് കാണിച്ചു തരാമെന്ന് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു. ഫഅറാഹു ആദം, ആദം നബിയെ അള്ളാഹു കാണിച്ചു കൊടുത്തു. ഫഖാല, അബു മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, അന്ത ആദം, നീയാണോ ആദം എന്ന് ചോദിച്ചു. ഫഖാല ലഹു ആദം, നാം, അതെ ഞാനെന്ന് ആദം പറഞ്ഞു. ഖാല അന്തല്ലദി നഫഖ ഫീക മിൻ റൂഹ്, നീയാണോ അള്ളാഹു നിന്നിലേക്ക് റൂഹ് ഊതുകയും വസ്ജദലക മലായികത്തുഹു, നിനക്ക് വേണ്ടി മലക്കുകളെ അള്ളാഹു സുജൂദ് ചെയ്യിപ്പിക്കുകയും വഅല്ലമകൽ അസ്മാഅ കുല്ലഹ, നിനക്ക് എല്ലാ പേരുകളും പഠിപ്പിച്ചു തരികയും ചെയ്ത ആ ആദം നീ തന്നെയാണോ എന്ന് വീണ്ടും ചോദിച്ചു. പറഞ്ഞു, നാം, അതെ ഞാനാണ്. ഫമാ ഹമലക അലാ അൻ അഖ്റജതനാ വനഫ്സക മിനൽ ജന്ന, പിന്നെ എന്തിന് ഞങ്ങളെയും നിന്നെയും തന്നെ എന്താ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയത്, എന്തിൻ്റെ പേരിൽ എന്ന് മൂസ നബി എന്ന് പറഞ്ഞാൽ ഭയങ്കര ശുജായ മനുഷ്യനാണ്. ഭയങ്കര ധൈര്യം ഉള്ള ആളാണ്. മൂസ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദം നബിയോട് ചോദിച്ചു. അപ്പോൾ ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, മൻ അന്ത, നീ ആര്? അവർ പറഞ്ഞു, അന മൂസ, ഞാൻ മൂസ. അന്ത നബിയു ബനി ഇസ്രായേൽ, ബനി ഇസ്രായേലിൻ്റെ നബിയാണ്. അല്ലദീ കല്ലമക്കല്ലാഹു മിൻ വറാഇൽ ഹിജാബ്, ഒരു മറ കൂടാതെ അള്ളാഹു എന്താക്കി എന്നോട് സംസാരിച്ചു, അങ്ങനെയുള്ള ബനി ഇസ്രായേലിൻ്റെ നബിയാണോ എന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതേന്ന് പറഞ്ഞു. അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട്, തലൂനി അല അംരിൻ ഖദ് സബഖ മിനല്ലാഹി ഖബല, അള്ളാഹുവിൻ്റെ ഖദർ ഖലാ നടന്ന ഒരു വിഷയത്തിൽ നീ എന്നെ ആക്ഷേപിക്കുകയാണോ എന്ന് ആദം നബി മൂസ നബിയോട് തിരിച്ച് ചോദ്യം ചെയ്യുന്നു. അള്ളാഹിൻ്റെ നടന്ന ഖദർ ഖലാ, അള്ളാഹ് മുമ്പേ കണക്കാക്കിയ ഒരു വിഷയം, ആ വിഷയം അതേപോലെ എന്തായി നടക്കുകയും ചെയ്തു. അതിൽ എന്നെ നീ എന്താക്കുകയാണോ, ആക്ഷേപിക്കുകയാണോ? വിശ്വാസമാതങ്ങൾ പറഞ്ഞു, ഫഹജ്ജ ആദം മൂസ, ഫഹജ്ജ ആദം മൂസ, മൂസയെ ആദം നബി ഇസ്ലാം എന്തായി ഉത്തരം ലഭിച്ചു. മൂസ നബി എന്തായി ഇത് പറയുന്നതോടുകൂടി മൂസ നബിക്ക് ഇല്ലെന്നില്ല, മറുപടി ഇല്ലാണ്ടായി എന്നൊരു സംഭവം വിശ്വാസമാതങ്ങൾ പറയുന്നുണ്ട്. ശാപഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമു പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.